എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. ഇന്ന് നമ്മൾ ഒരു നാടൻ ഡിഷായ കപ്പ ബിരിയാണിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എല്ലും കപ്പയും എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കണം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായതിനു ശേഷം അതിലോട്ട് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. 1-2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് സ്ലൈസ് ചെയ്ത ഒണിയൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ബീഫിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് ഉള്ളി സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബീഫൊക്കെ മേടിക്കുന്ന സമയത്ത് എല്ലോട് കൂടിയിട്ട് മേടിക്കുക. കപ്പ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളി ഒരുപാട് ബ്രൗൺ കളറാക്കി എടുക്കണ്ട. ഒരു ഏകദേശം ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാടൻ ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ കുറയ്ക്കാവുന്നതാണ്. എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മസാല ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ചെറുതായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ആദ്യം തന്നെ കപ്പ ബിരിയാണിക്ക് ബീഫൊക്കെ വേവിക്കുന്ന സമയത്ത് ഇങ്ങനെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്റിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. ഇതിലോട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടരുത്, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബീഫ് വേവിക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങണതാണ്. അത് കാരണം കൊണ്ട് ഏകദേശം 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 വിസിൽ വരുന്നവരെ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചില ബീഫിനൊക്കെ പെട്ടെന്ന് കുക്കാവും, ചില ബീഫിന് ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് കപ്പ എങ്ങനെയാണ് വേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കപ്പ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് 1.5 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുക്കറില്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പയുടെ ഒരു ലെവലിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലോട്ട് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കപ്പ ഓവർ കുക്കാവരുത്. ഒരു 70% കുക്കാവാനേ പാടുള്ളൂ. ബാക്കി നമുക്ക് ബീഫിൽ കിടന്നിട്ടാണ് ഒന്നും കൂടി കുക്കാക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 3 സീറ്റി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ചെറിയ തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിനൊരു ടേസ്റ്റ് നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങ ഞാനിവിടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കേണ്ട. നമ്മളൊരു പാനിലോട്ട് ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം നമുക്ക്. നമ്മുടെ തേങ്ങ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നേരെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് ഇനി എങ്ങനെയാണ് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉരുളി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനിലായാലും മതി. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് നമ്മൾ ആ ഉരുളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം.
ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. അതേപോലെ എരിവും അതേപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ചില്ലി പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പയും കൂടി വരുന്ന സമയത്ത് അതിനനുസരിച്ച് വേണം നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഒരു 5 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച കപ്പ കൂടി ഇട്ട് കൊടുക്കാം. കപ്പ വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പയാണ്. ആ വെള്ളം നമ്മൾ എടുക്കുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് ഓവർ കുക്കായി പോകാനും പാടില്ല കപ്പ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് 2 രീതിയിൽ ചെയ്യാം കപ്പ. ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ബീഫിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പ ഓൾമോസ്റ്റ് കുക്കായ കപ്പയാണ്. അത് കാരണം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ സെപ്പറേറ്റ് ഉടച്ചിട്ട് വേണമെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശമൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിക്ക് ഇതേപോലെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ ചിരകിയ തേങ്ങ അല്ലെങ്കിൽ നമുക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും നന്നായിട്ട് കടിക്കാൻ പറ്റും നമുക്ക് ഈ കപ്പ ബിരിയാണിക്ക്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ അടപ്പ് തുറന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് മേലിലായിട്ട് ചെറുതായി എരിഞ്ഞ ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വെറൈറ്റി റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ.